എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ട് ഒരു പ്രിൻസസ് കട്ട് കുർത്തി ചെയ്യാൻ പോവുകയാണ്. ഇത് 2.25 മീറ്റർ ഉണ്ട്, വീതി കുറവാണ്. ഇതിൻ്റെ റേറ്റ് 160 സംതിങ് എത്രയാണ് കേട്ടോ. ഇത് നല്ലൊരു മെറ്റീരിയലാണ്, കോട്ടൻ്റെ ആണ് എടുത്തേക്കുന്നത്, ലൈനിങ് എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം നമ്മൾ കുർത്തിയുടെ ലെങ്ത് അനുസരിച്ച് മുറിച്ചെടുക്കാൻ പോകുവാണ്. 2 പീസ്. എനിക്ക് 47 ഇഞ്ചാണ് ലെങ്ത് വേണ്ടത്. അപ്പോൾ 47 ഇഞ്ചിൽ 2 പീസ്, ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും 2 പീസ് മുറിച്ചെടുക്കുന്നുണ്ട്. അതിൽ ഫ്രണ്ട് പീസിലാണ് നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്നത്. ഫ്രണ്ട് പീസിലാണ് നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പീസ് 47 ഇഞ്ചിലെടുത്തിട്ട് ഇതുപോലെ വീതിയിൽ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത് 47 ഇഞ്ചാണ്. ഇതിലാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യാൻ പോകുന്നത്. കണ്ടോ, ഇങ്ങനെ ഇട്ടേക്കുന്നത് സിംഗിൾ ഫോൾഡിൽ ഇട്ടേക്കുവാണ്. മുകളിലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ആദ്യം ഷോൾഡർ 7 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇത് പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് സാധാരണ നമ്മൾ 6.5 എടുക്കുന്നത്. 1/2 ഇഞ്ച് കൂടുതൽ എടുക്കണം. 7 ഇഞ്ച് എടുക്കുന്നുണ്ട്. താഴത്തോട്ടും 1/2 ഇഞ്ച് കൂടുതൽ 7 ഇഞ്ച് എടുക്കുന്നുണ്ട്. അത് തന്നെ. ഇനി അവിടെ നമ്മുടെ ചെസ്റ്റ് വണ്ണം 10.5 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേസ്റ്റ് ആണ് മാർക്ക് ചെയ്യുന്നത്. 13 ഇഞ്ചിലാണ് വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ നമ്മുടെ വേസ്റ്റ് വണ്ണം 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് 9.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. താഴത്തേക്ക് ഹിപ്പ്, അത് ഷോൾഡറിൽ നിന്ന് 19 ഇഞ്ചിൽ അതും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ ഹിപ്പിൻ്റെ വണ്ണവും മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ 3 പോയിന്റുകളും തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് നടുക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വരുന്നുണ്ടല്ലോ. അപ്പോൾ കൂട്ടി തയ്ക്കുമ്പോൾ അവിടെ 1 ഇഞ്ച് വെച്ച് പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ 1/2 ഇഞ്ച് കൂടി ഇതുപോലെ എക്സ്ട്രാ എടുക്കുന്നുണ്ട്, വേസ്റ്റിൻ്റെ അവിടെയും ഹിപ്പിൻ്റെ അവിടെയും. അതും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട് പീസിൽ മാത്രമാണ് നമ്മളിങ്ങനെ എക്സ്ട്രാ 1/2 ഇഞ്ച് എടുക്കുന്നത്, ബാക്ക് പോർഷനിൽ എടുക്കുന്നില്ല. ഇതിപ്പോൾ ഫ്രണ്ട് പോർഷൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ടിലെ ആം ഹോള് മാത്രം വരച്ചാൽ മതി. ഞാൻ ഓർക്കാതെ 2 ആം ഹോളും വരച്ചിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ വരയ്ക്കേണ്ട. ഫ്രണ്ടിലെ ആം ഹോള് മാത്രം കുഴിച്ച് വരച്ചാൽ മതി, ബാക്കിലെ വരയ്ക്കേണ്ട. അപ്പോൾ നെക്ക് വിട്ട് 4 ഇഞ്ച് എടുത്തു, ഇറക്കവും 4 ഇഞ്ച് തന്നെ എടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മളിതുപോലെ ഫ്രണ്ടിൽ ഇങ്ങനത്തെ ഒരു കഴുത്താണ് കൊടുക്കുന്നത്, വരച്ചിട്ടുണ്ട്. ഇനി കഴുത്തും ആം ഹോളും കൂടിയിട്ട് മുറിക്കണം. അതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ അടിവശം മാർക്ക് ചെയ്ത് കൊടുക്കണം. അടിവശത്തെ വീതി നമ്മൾ എടുക്കുന്നത് 13.5 ഇഞ്ച് വീതിയാണ് എടുക്കുന്നത്. എന്നിട്ട് ഈ ഹിപ്പിലെ പോയിൻറ്റും ആ പോയിൻറ്റിലോട്ട് ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുന്നുണ്ട്. ഇനി ഇതിൽ നമുക്ക് പ്രിൻസസ് കട്ട് വരയ്ക്കാൻ പോവാണ്. അതിനാദ്യം ഷോൾഡറിൽ നിന്ന് 10 ഇഞ്ച് താഴെ ഇതുപോലൊരു പോയിൻ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ബേസ് പോയിൻ്റാണ്, ഏറ്റവും ഉയരം കൂടിയിട്ട് നിൽക്കുന്ന പോയിൻ്റാണത്. പിന്നെ സെൻറ്ററിൽ നിന്നൊരു 3.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ആം ഹോളിൻ്റെ സെൻറ്ററിൽ നിന്ന് ആം ഹോൾ എത്രയുണ്ടെന്ന് ഇതുപോലെ മെഷർ ചെയ്ത് നോക്കുക. എനിക്ക് 10 വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി 5. അങ്ങനെ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ പോയിൻറ്റിലേക്ക് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത പോയിൻ്റ് ഉണ്ടല്ലോ, ഇതേപോലെ വളച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ. ഇനി ഇതിൻ്റെ അടിവശത്തേക്ക് മുട്ടിക്കാനായിട്ട് നമ്മൾ ഫോൾഡഡ് സൈഡിൽ നിന്ന് 3.5 ഇഞ്ചാണ് മുകളിലെടുത്തത്. താഴെ ഒരു 2 ഇഞ്ച് കൂടി കൂട്ടി 5.5 ഇഞ്ചിലാണ് ഇതേപോലെ മാർക്ക് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഈ 2 പോയിന്റുകളും തമ്മിൽ നമ്മൾ ഇങ്ങനെ കൂട്ടിമുട്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പ്രിൻസസ് കട്ട് വരയ്ക്കുന്നത്. എ ലൈനിൽ നമ്മൾ വരച്ച പോലെ തന്നെ എല്ലാം കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ പീസ് ഇതേപോലെ 3 പീസായിട്ടാണ് കിട്ടുന്നത്. നടുക്കത്തെ ഒരു പോർഷനും സൈഡിൽ 2 പോർഷനും. ഇനി ഇത് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് 2 സ്റ്റിച്ച് കൊടുത്ത് വേണം എടുക്കാനായിട്ട്. ഇതേപോലെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കണം. എന്നിട്ട് മുകളിൽ നിന്ന് വേണം എപ്പോഴും തയ്ച്ച് തുടങ്ങാനായിട്ട്. ഇതേപോലെ നല്ല വശങ്ങൾ ചേർത്ത് വയ്ക്കുക. മുകളിൽ നിന്ന് തയ്ച്ച് തുടങ്ങി താഴത്തോട്ട് പോവുക. 2 സ്റ്റിച്ച് കൊടുക്കുക 2 സൈഡിലും. അങ്ങനെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് തയ്ച്ച് വയ്ക്കുക. ഇനി നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്യണം. അത് നമ്മൾ എപ്പോഴും കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഒരു സിംഗിൾ ഫോൾഡിൽ വെച്ചേക്കുവാണ്. ലെങ്ത് 47. ഷോൾഡർ 6.5. ആം ഹോളും 6.5 തന്നെ എടുത്തേക്കുന്നത്. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടില്ല, കാരണം ബാക്ക് പോർഷനിൽ നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്യുന്നില്ലല്ലോ. ബാക്ക് പോർഷനിൽ നിങ്ങൾ പ്രിൻസസ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ സെപ്പറേറ്റ് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒരുമിച്ച് വെച്ച് വരച്ച് വെട്ടിയാൽ മതി. നമ്മൾ ബാക്ക് പോർഷനിൽ പ്രിൻസസ് കട്ട് വരയ്ക്കാത്തത് കൊണ്ടാണ് 2 2ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. അവിടെ നമ്മൾ ചെസ്റ്റ് വണ്ണം 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ
വേസ്റ്റ് 13 ഇഞ്ച്, ഹിപ്പ് 19 ഇഞ്ച്. വേസ്റ്റ് വണ്ണം മാർക്ക് ചെയ്യുന്നുണ്ട്, ഹിപ്പ് വണ്ണവും മാർക്ക് ചെയ്യുന്നുണ്ട്. 1/2 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടില്ല. ഇനി ആം ഹോൾ, ഇത് ബാക്കിലെ ആം ഹോളാണ്. നമ്മൾ ബാക്കിലെ ആം ഹോൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. നെക്ക് വിട്ട് 4, ലെങ്ത്തും 4ആണ്. റൗണ്ട് നെക്കാണ് വരച്ചു കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ അടിവശത്തെ വീതി നമ്മൾ 13.5 ഇഞ്ച് എടുത്തത്. 13.5 ഇഞ്ച് തന്നെ ഇവിടെ എടുക്കുന്നുണ്ട്. ഹിപ്പിലെ പോയിൻറ്റും താഴത്തെ പോയിൻറ്റും നമ്മൾ ഇതുപോലെ കൂട്ടിമുട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ബാക്കിലെ പോർഷൻ കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇനി നമുക്ക് കഴുത്ത് ഫിനിഷ് ചെയ്യാനായിട്ട്, ഇപ്പോൾ ഫ്രണ്ടിലെ കഴുത്താണ് ഫിനിഷ് ചെയ്യാൻ പോകുന്നതിനായിട്ട് ഇതേപോലൊരു സ്ക്വയർ പീസ് എടുക്കണം. ഞാൻ സ്ക്വയർ അല്ല എടുത്തേക്കുന്നത്. കിട്ടിയിട്ട് ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കുന്ന ഭാഗത്ത് മാത്രം സ്റ്റിച്ച് കൊടുക്കുക. നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നടുക്കുള്ള തുണി നമ്മൾ മുറിച്ച് മാറ്റുവാണ്. സ്റ്റിച്ച് പൊട്ടാത്ത രീതിയിൽ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം സൈഡിൽ എക്സ്ട്രാ ഉള്ള തുണിയും നമ്മൾ മുറിച്ച് കളയുന്നുണ്ട്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കട്ട്സ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ആ തുണിയൊക്കെ മുറിച്ച് മാറ്റുവാണ് കൂടുതലുള്ളത്. ഇനി അത് മോശം വശത്തേക്ക് മടക്കിയിട്ടതിന് ശേഷം കഴുത്തിൽ കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുത്തേക്കണം. ഇതേപോലെ തന്നെ ബാക്കിലെ കഴുത്തും ഫിനിഷ് ചെയ്തെടുക്കണം. അടുത്തത് ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ വെച്ചിട്ട് 3-4 സ്റ്റിച്ച് കൊടുത്തെടുത്താലും മതി. അല്ലെങ്കിൽ ഇതേപോലെ ആ ക്രോസ് പീസിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് കൊടുത്താലും മതിയാവും. ഇനി സ്ലീവ്സ് ആണ്. സ്ലീവ്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ 4ആയിട്ട് തുണി മടക്കി വെച്ചിട്ടുണ്ട്. അത് 4 ഓപ്പൺ സൈഡാണ്. ഫോൾഡഡ് സൈഡിൽ നിന്ന് നമ്മുടെ ആം ഹോൾ 8.25 അത് കിട്ടുന്നത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് താഴത്തേക്ക് 3 ഇഞ്ച് ആം ഹോൾ കുഴിച്ചരയ്ക്കാൻ വേണ്ടിയിട്ട് ഫോൾഡഡ് സൈഡിൽ നിന്നും ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാവർക്കും കോമൺ ആണ്. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മളിത് ഇങ്ങനെ ആം ഹോൾ കുഴിച്ചരയ്ക്കുന്നത്. ഇനി സ്ലീവിൻ്റെ ലെങ്ത്താണ് 10 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് 11.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ ബോട്ടം വിട്ട് 6 ഇഞ്ചാണ്. തയ്യൽ തുമ്പ് കൂടി ചേർത്തിട്ടാണ് 6 ഇഞ്ച് എടുക്കുന്നത്. ഇതേപോലെ സ്ലീവ്സ് നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതേ ഷേപ്പിൽ സ്ലീവ്സ് നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ്. ഈ സ്ലീവ്സ് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. നല്ല വശങ്ങൾ തമ്മിൽ ടോപ്പിൻ്റെയും സ്ലീവിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്ത് സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് 2 വശത്തോട്ടും പോയാൽ മതി. എന്നിട്ട് അടിവശം ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി തയ്ച്ചാൽ മതി. പിന്നെ ഫിറ്റിങ്സ് ചെയ്യാനായിട്ട് സ്ലീവ്സ് തൊട്ട് താഴെ വരെ സ്റ്റിച്ച് കൊടുക്കണം. അതേപോലെ തന്നെ അടിവശം എന്തെങ്കിലും ഏറിയും കുറഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് വെട്ടിക്കളഞ്ഞ് ഒപ്പാക്കിയിട്ട് മടക്കി തയ്ച്ചാൽ മതി ഡബിൾ ഫോൾഡ് ചെയ്ത്. അപ്പോൾ ഷേപ്പ് ചെയ്തൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അടുത്ത വീഡിയോയിൽ കാണാം.